ഹരി ഓം. ശ്രീമദ്ഭാഗവതം സപ്തമസ്കന്ധം 3-ാം അധ്യായം ഹിരണ്യകശിപു പറയുന്ന ആ ഭാഗം 26-ാമത്തെ ശ്ലോകം മുതൽ. ഹിരണ്യകശിപുരുവാച കൽപ്പാന്തേ കാലസൃഷ്ടേന യോന്ധേന തമസാവൃതം അഭിവ്യനഗ്ജ ഗദിതം സ്വയം ജ്യോതിസ്വരോജിഷാം. കൽപ്പാന്തേ കാലസൃഷ്ടേന യോന്ധേന തമസാവൃതം അഭിവ്യനഗ്ജ ഗദിതം സ്വയം ജ്യോതിസ്വരോജിഷ ആത്മനാ ത്രിവൃതാചേതം സൃജത്യപതിലുംപതി രജസത്വതമോധാംനേ പരായ മഹതേ നമഃ. കൽപ്പാന്തേ ഈ അവസാനത്തിൽ കാലത്തിൻ്റെ അവസാനത്തിൽ കൽപ്പാന്തകാലത്തിൽ എന്ന് പറയാറില്ലേ, അത് കാലം കൊണ്ട് ജനിപ്പിക്കപ്പെട്ട ആവൃതം ഇരുട്ടിനാൽ, തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിനാൽ ആവൃതം ചെയ്യപ്പെട്ട ഈ ലോകത്തെ, ഈ ജഗത്തിനെ സ്വയം ജ്യോതി എന്ന് വെച്ചാൽ സ്വയം പ്രകാശരൂപനായ ഈശ്വരൻ എപ്പോഴും പ്രകാശരൂപനല്ലേ. ഈശ്വരൻ ഇരുട്ടല്ല, ഈശ്വരൻ പ്രകാശിക്കുന്ന, ആ പ്രകാശിപ്പിക്കുന്നവനായിരിക്കുന്നു. ത്രിഗുണങ്ങളോടുകൂടിയ ആത്മന, ആ സ്വരൂപം കൊണ്ട് ഇതിനെ സൃഷ്ടിക്കുന്നു. ഈശ്വരൻ ഇതിനെ എല്ലാം സൃഷ്ടിക്കുന്നു, അതിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടും ഈശ്വരൻ്റെ കളിയാണ് അല്ലേ. സൃഷ്ടിക്കുക എന്നുള്ളതും അതിനെ രക്ഷിക്കുക എന്നുള്ളതും ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പോൾ അതൊന്ന് നശിക്കുമ്പോൾ നമ്മളായിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു സുഖം, ഒരു സന്തോഷം, എന്തെങ്കിലും നമുക്കുള്ളത് എന്താണോ നമുക്കുള്ളത് അതിനെ ഇല്ലാതാക്കാനും ഈശ്വരന് കഴിയും. അതൊരു സത്യമാണ്. ഉണ്ടാക്കിയവനെ അത് ഇല്ലാതാക്കാൻ കഴിയൂ അല്ലേ. അപ്പോൾ പൂർണ്ണമായിട്ട് അത് ഇല്ലാതാക്കണമെങ്കിൽ, അതിൻ്റെ ഒരു അവശേഷിപ്പും ഇല്ലാതാക്കണമെങ്കിൽ ആ സൃഷ്ടി ചെയ്ത ആളിന് നിഷ്പ്രയാസം സാധിക്കും. കാരണം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയാം ഭഗവാന്, ഈശ്വരനറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കുന്നതും ഭഗവാനാണ്. അതിനെ രക്ഷിച്ച് വെക്കേണ്ടതും ഭഗവാന്റെ ചുമതലയാണ്. രക്ഷിച്ച് എത്ര നാൾ വെക്കണമെന്നും അവിടുത്തെ തീരുമാനമാണ്, നമ്മുടെ തീരുമാനമല്ല. ഇങ്ങനെ തുടർന്ന് പോകണോ, എങ്ങനെ വേണം, ഇടയ്ക്ക് ബ്രേക്ക് ഇടണോ എന്ന് തീരുമാനിക്കുന്നത് ഓടിക്കുന്ന ഡ്രൈവറാണ് അല്ലേ എന്നുള്ളത്. ഭഗവാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇത് കൊണ്ടു നടക്കുന്നതും ഭഗവാനാണ്, ഇതില്ലാതാക്കുന്നതും ഈശ്വരനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും റോളുണ്ടോ? സത്യത്തിൽ ഒരു റോളുമില്ല. നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി. ഈശ്വരൻ്റെ ഇച്ഛയനുസരിച്ച്, ആഗ്രഹമനുസരിച്ച്, ഭഗവാന്റെ ആഗ്രഹമനുസരിച്ച് ലോകത്തിൽ എന്തും നടക്കുന്നുള്ളൂ. വേറെ ഒന്നും അല്ലാതെ നടക്കുന്നില്ല. നമ്മൾ പറയുന്ന പോലെ, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? സത്യത്തിലില്ല. നമ്മൾ അതിനോട് ചേർന്ന് പോകുക അല്ലേ. നമുക്ക് ഭഗവാൻ തരുന്നത്, ഈശ്വരൻ തരുന്നത് എന്താണോ, ഏതാണോ, സന്തോഷമാണെങ്കിൽ അതിനോട് ചേർന്ന് പോവുക, സങ്കടമാണോ അതിനോട് ചേർന്ന് പോവുക. ധർമ്മസങ്കടം എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതാണോ ശരി, ഇതാണോ ശരി എന്നുള്ളൊരു തർക്കം നമുക്ക് ഒരിക്കലെങ്കിലും ഉണ്ടാകാത്ത മനുഷ്യരില്ല അല്ലേ. എന്തെങ്കിലും കാര്യത്തിലൊരു മാനസികമായിട്ട് നമ്മൾ ശരി തെറ്റിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്ന ഒരു അവസരം, അപ്പോഴും അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. അത് ഭഗവാനാണെന്നാണ് പറയുന്നത്. ആ ആത്മസ്വരൂപത്തിന് ഈ 3 ത്രിഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. അത് നമുക്കറിയാം. ആശ്രയബോധനും അല്ല ഉത്കൃഷ്ടനുമാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്നതിനും ആയ അങ്ങേക്ക് നമസ്കാരം. ഹിരണ്യകശിപു ബ്രഹ്മാവിനെ നമസ്കരിച്ചു. നമാദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയമനോബുദ്ധിർവികാരൈർവ്യക്തിമീയുഷേ. നമാദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയമനോബുദ്ധി വികാരൈർവ്യക്തിമീയുഷേ. അത് ഓരോ സ്തോത്രമാണ്, ഭഗവാനെ സ്തുതിക്കുന്നത്. അതങ്ങനെ നമുക്കങ്ങ് പഠിച്ചു പോകാം. ത്വമീശിഷേ ജഗതസ്തുഷശ്ച പ്രാണേന മുഖ്യേന പതിപ്രജാനാം ചിത്തസ്യ ചിത്തേർമന ഇന്ദ്രിയാണാം പതിർമഹാൻ ബോധഗണാശയേശഃ. ത്വമീശിഷേ ജഗതസ്തുഷശ്ച പ്രാണേന മുഖ്യേന പതിപ്രജാനാം ചിത്തസ്യ ചിത്തേർമന ഇന്ദ്രിയാണാം പതിർമഹാൻ ഭൂതഗണാശയേശഃ. സ്തുതിയാ കേട്ടോ. ത്വം സപ്തതന്തോന്വിതനോഷി തന്വാ ത്രയ്യാ ചാതുർഹോത്രകവിദ്യയാ ച ത്വമേകാത്മാത്മപദാം അനാദിർഹി
അനന്തപാര കവിരന്തരാത്മാ. അത് വീണ്ടും ഒന്നുകൂടെ വായിക്കാം. ത്വം സപ്തതന്തോൻ വിതനോഷി തന്വാ ത്രയ്യാ ചാതുർഹോത്രകവിദ്യയാ ച ത്വമേക അനാദിർ അനന്തപാര കവിരന്തരാത്മാ. ഈ പദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാഗാദി കർമ്മങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നവനും അതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവുമായിരിക്കുന്ന നിലയിലും ഈ ജഗത് എല്ലാം പാലിക്കുന്നത് ഭഗവാൻ തന്നെയെന്ന് പറയുന്നു. ത്വമേവ കാലോ നിമിഷോ ജനാനാം ആയുർലവാദ്യാവയവൈ ക്ഷിണോഷി കൂടസ്ഥ ആത്മാ പരമേഷ്ട്യജോ മഹാൻ. പിന്നെ സ വെട്ടിയിട്ട് ത്വം ജീവലോകസ്യ ച ജീവാത്മാ ത്വമേവ കാലോ നിമിഷോ ജനാനാം ആയുർലവാദ്യാവയവൈ ക്ഷിണോഷി കൂടസ്ഥാത്മാ പരമേഷ്ട്യജോ മഹാൻ ത്വം ജീവലോകസ്യ ച ജീവയാത്മാ. ത്വത്തഃ പരം നാപരമപ്യനേജത് ഏജച്ച കിഞ്ചിത് വ്യതിരിക്തമസ്തി വിദ്യാക്കലാസ്തേ തനവശ്ച സർവാ ഹിരണ്യഗർഭോസി ബൃഹത് ത്രിപൃഷ്ഠഃ ത്വത്തഃ പരം നാപരമപ്യനേജത്. ഏജത് എന്നാണ് വാക്ക്. ഏജത്ത് എന്നെഴുതിയിട്ട് പിന്നെ ദേ വെട്ടിയിട്ട് ഏജച്ച എന്നാക്കുക. ഏജച്ച. അനേജത് അപ്യനേജത് ഏജച്ച ഏജത് ച എന്നൂടെ. ത്വത്ത പരം നാപരമപ്യനേജ അനേജ അപി അനേജ ആണേ. അപ്യനേജ ഏജത് ഏജത് ച അങ്ങനെയാണ്. നാപരമപ്യനേജത് ഏജച്ച ഏജത് ച കിഞ്ചിത് വ്യതിരിക്തമസ്തി വിദ്യാക്കലാസ്തേ തനവശ്ച സർവാ ഹിരണ്യഗർഭോസി ബൃഹത് ത്രിപൃഷ്ഠഃ വ്യക്തം വിഭോ സ്ഥൂലമിദം ശരീരം യേനേന്ദ്രിയപ്രാണമനോ ഗുണാംസ്ത്വം ഭുങ്ക്ഷേ സ്ഥിതോ ധാമനി പരമേഷ്ട്യ അവ്യക്ത ആത്മാ പുരുഷപുരാണഃ അനന്താവ്യക്തരൂപേണ യേനേദമഖിലം തദം ചിദചിച്ഛക്തിയുക്തായ തസ്മൈ ഭഗവതേ നമഃ. അനന്താവ്യക്തരൂപേണ യേനേദമഖിലം തദം ചിദചിച്ഛക്തിയുക്തായ തസ്മൈ ഭഗവതേ നമഃ. യദി ദാസ്യസ്യഭിമതാൻ വരാൻ മേ വരദോത്തമ ഭൂതേഭ്യസ്ത്വദ് വിസൃഷ്ടേഭ്യോ മൃത്യുർമാ ഭൂൻ മമ പ്രഭോ. മാ ഭൂത് മമ പ്രഭോ ന മൃത്യുർ മാ ഭൂത് മമ പ്രഭോ. വാക്ക് തിരിക്കുന്നത് അങ്ങനെയാണ്. യദി ദാസ്യസ്യാഭിമതാൻ വരാൻ മേ വരദോത്തമ ഭൂതേഭ്യസ്തദ് വിസൃഷ്ടേഭ്യോ മൃത്യുർമാ ഭൂത് മമ പ്രഭോ. നാന്തർബഹിർദിവാ നക്തം അവിടം വരെ വേണം 8 അക്ഷരം. അന്യസ്മാദപി ചായുധൈഃ ന ഭൂമൗ നാംബരേ മൃത്യുർ ന നരൈർ ന മൃഗൈരപി വരെ വാങ്ങിക്കുന്ന എന്നെ എങ്ങനെയുള്ള ആളെ കൊല്ലാവുള്ളെന്ന് അത് നമുക്കറിയാവുന്നത്. അതിപ്പം വായിച്ച് നോക്കുമ്പോൾ കിട്ടും. അതിനകത്ത് കൂടുതൽ അർത്ഥമൊന്നും പറയേണ്ട കാര്യമില്ല. ന അന്തർ ബഹിർ ദിവ അകത്തോ പുറത്തോ വെച്ച് ദിവ പകലോ രാത്രിയോ പിന്നെ ആയുധങ്ങൾ കൊണ്ടോ ഭൂമിയിൽ വെച്ചോ ആകാശത്ത് വെച്ചോ നരനാലും മൃഗത്താലും ഞാൻ കൊല്ലപ്പെടരുത്. വ്യസുഭിർവാസു മദ്ഭിർവാ സുരാസുരമഹോരഗൈഃ അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം ച ദേഹിനാം. അതുപോലെ വേറുള്ള കാര്യങ്ങളാൽ, അതായത് വിഷം ഉള്ളിൽ ചെന്നോ
ദേവന്മാർ, അസുരന്മാർ, മഹാസർപ്പങ്ങൾ ഇവരാലും എനിക്ക് മരണമില്ലാതിരിക്കണം. യുദ്ധത്തിൽ എന്നോട് സമനായിട്ട് ഒരുവനും ഇല്ലാതിരിക്കണം. എല്ലാ സകല ശരീരങ്ങൾക്ക് ഞാൻ മാത്രമായിരിക്കണം അധിപൻ എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നതാണ് ഈ ശ്ലോകം. വ്യസോഭിർ വാസുമദ്ഭിർവാ സുരാസുരമഘോരഗൈഃ അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐക്യപത്യം ച ദേഹിനാം സർവേഷാം ലോകപാലാനാം മഹിമാനം യഥാത്മനഃ തപോയോഗപ്രഭാവാണാം എന്ന രിഷ്യതി കരിഹിചിത്. സർവേഷാം ലോകപാലാനാം മഹിമാനം യഥാത്മനഃ തപോയോഗപ്രഭാവാണാം എന്ന രിഷ്യതി കരിഹിചിത്. ഈ സകല ലോകപാലന്മാർക്കുമുള്ള മഹിമ നിൻ തിരുവടിക്കുള്ളതുപോലെ എനിക്കും ഉണ്ടാകണം. അതായത് ഭഗവാനുള്ളതൊക്കെ എനിക്കും ഉണ്ടാകണമെന്ന്. അതായത് ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്ന വരം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ അസദ്വാസനാനിരൂപണ പ്രകരണേ സ്വപീഡാനിരൂപണം നാമ തൃതീയോധ്യായഃ. ഹരിഃ ഓം.